നമ്മളെ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഒരു നെഗറ്റീവാണ് ചോദിക്കുന്നത്. വണ്ടി അണ്ടർ പവേർഡ് ആണെന്ന് പറയുന്നുണ്ട്, സത്യമാണോ? ചെറുതായിട്ട് പവർ കമ്മിയുണ്ട്. വീല് ഒരു 49K വീല് മാത്രം. അപ്രോക്സിമേറ്റ് ഇനിയിപ്പോൾ ടയർ നോക്കുകയാണെങ്കിൽ ടയർ ഒരു 38. രജിസ്ട്രേഷൻ ചെയ്യണ മുന്നേ തന്നെ ഈ മോഡലുകളൊക്കെ ചെയ്തത്. ശരിക്കും ഞാൻ ഈ ലുക്ക് കണ്ടിട്ട് തന്നെയാണ് ഈ വണ്ടി എടുത്തത്. ഇതേപോലെ ഗൈസ്, ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോഡ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതെ, ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയറും കൊണ്ടുമായിട്ടാണ്. ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ക്ലീൻ വർക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൽ എന്തെല്ലാം വർക്ക് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള ഓരോ വർക്കിനും അപ്രോക്സിമേറ്റ് എത്ര കോസ്റ്റ് വരുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ലാഗാക്കുന്നില്ല, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽഡ് സ്പെക്ക് പറഞ്ഞുതരാം. നമുക്ക് ഓണറെ വിളിക്കാം. ബ്രോ വെൽക്കം. അപ്പോൾ പേര് ഇർഷാദ്. ഇവിടെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ കോട്ടക്കലാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓളൊക്കെ ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് ഇപ്പം നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് മാർക്കറ്റിൽ, എന്തുകൊണ്ട് ബ്രോ ഡിസയർ ചൂസ് ചെയ്തു? മെയിൻലി ഇതിന്റെ ലുക്ക് തന്നെയാണ്. നല്ല അടിപൊളിയായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നമുക്ക് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു ലുക്കാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിലിപ്പോൾ ആകെ മാറ്റേണ്ടി വന്നത് ഇതിൻ്റെ മെയിനായിട്ട് വീല്, പിന്നെ ഫ്രണ്ട് ലിപ്പ്, അതുപോലെ ഒരു ബാറ്റ്മാൻ്റെ ഒരു മിറർ കവർ, പിന്നെ സ്പോയിലർ, ഇത്രയും കാര്യങ്ങളെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ വണ്ടിയുടെ എൻ്റെ ലുക്ക് മാറി. അതെ, പിന്നെ ഒന്ന് ഡീക്രോം ചെയ്തു. അതെനിക്ക് എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുള്ളൂ. ഓൾറെഡി കമ്പനി നല്ല അടിപൊളിയായിട്ടാണ് ഇറക്കുന്നുണ്ട്, നല്ല ലുക്കിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് തന്നെ ടൈപ്പ് 4 സ്വിഫ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതേപോലെ ഡിസയർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്ര രസം ഒരിക്കലും സ്വിഫ്റ്റിന് കിട്ടുന്നില്ല. ഇല്ല. അപ്പോൾ ഈ ബ്രോ ഈ വണ്ടി എടുക്കണ സമയത്ത് മാർക്കറ്റിൽ പല വണ്ടികളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ, അതോ ഡയറക്റ്റ് ഇതിലായിട്ട് വന്നു തന്നെയാണോ? ഇല്ല, ഞാൻ മെയിൻലി നോക്കിയത് ഒന്ന് സെഡാൻ ടൈപ്പ് നോക്കിയിരുന്നു, അമേസ് നോക്കിയിരുന്നു. ഓക്കെ, അമേസ്. ഓക്കെ. പിന്നെ ബലേനോ, ഫ്രോങ്സ്, ഈ ടൈപ്പൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ എല്ലാം നോക്കിയിട്ടുണ്ട്. പക്ഷേ ബലേനോ, ഫ്രോങ്സ് ഒക്കെ ഒരുപാട് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഇവിടെ നോക്കിയാൽ ഈ വണ്ടിയാണ്. അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാന്നുള്ള രീതിയിലാണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏതാ വേരിയന്റ് വരുന്നത്? ഇത് ZXi പ്ലസ്, ഏറ്റവും ടോപ്പിന്റെ വേരിയന്റാ. ഓക്കെ. അപ്രോക്സിമേറ്റ് ഓൺ റോഡ് എത്ര പ്രൈസിങ് വരുന്നുണ്ട് ഇത്? എനിക്ക് ഇത് എക്സ്പെൻസ് ആയത് 10.5 പ്രൈസ് വരുന്നുണ്ട്. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഒരു നെഗറ്റീവാണ് ചോദിക്കുന്നത്. കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ബ്രോ ഒരു ട്രൂ എക്സ്പീരിയൻസ് ഉള്ള ആൾ എന്നുള്ള രീതിക്ക് ഞാൻ ചോദിക്കുകയാണ്. വണ്ടി അണ്ടർ പവേർഡ് ആണെന്ന് പറയുന്നുണ്ട്, സത്യമാണോ? ചെറുതായിട്ട് പവർ കമ്മിയുണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് റോഡിലൊന്നും കുഴപ്പമില്ല, കയറ്റത്തിൽ ചെറിയൊരു ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? എന്നാലും കുഴപ്പമില്ല. ഇല്ല, ഓക്കെയാണ്. നോർമലി എല്ലാ വണ്ടിയും ഒരു ഫോർത്ത് ഗിയറിൽ കയറ്റം കയറുകയാണെങ്കിൽ ഈ വണ്ടി തേർഡിൽ ഇടേണ്ടി വരും. അങ്ങനെ ഒരു ചെറിയൊരു ഡ്രോപ്പ് ഉണ്ട്. പിന്നെ തേർഡിലാണെങ്കിൽ സെക്കൻഡിൽ ഇടേണ്ടി വരും, ആ ഒരു ഡ്രോപ്പ്. അപ്പൊ ചെറിയ രീതിക്കുള്ളൊരു കുറവുണ്ട് ഇങ്ങനെ ആരും പറഞ്ഞാലും അല്ലേ? പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികളിൽ ഇത്രയും ലുക്കുള്ളൊരു വണ്ടി മറ്റൊരു വണ്ടി ഉണ്ടോ എന്നൊരു സംശയമാണ്. ബ്രാൻഡിൽ ഇറക്കുന്നത് കാരണം വെച്ചാൽ വണ്ടികളുണ്ട്, പക്ഷെ നമ്മളെടുത്ത് പണിയണം. ഇത് പറഞ്ഞാൽ പകുതി കമ്പനി വർക്ക് ചെയ്ത് വരികയാണ്, ഫുൾ അവർ ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് വർക്ക് എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് ഈ വണ്ടിയിൽ വർക്ക് എടുക്കുന്ന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊരു ട്രെൻഡിങ് മോഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓൾറെഡി സ്വിഫ്റ്റ് ഡിസയർ ഉള്ളവർക്കും അതേപോലെ തന്നെ ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്തെല്ലാമാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ചെയ്തിട്ടുള്ളത്? ഫ്രണ്ടിൽ ഇതിൽ ഈ ഫ്രണ്ട് ലിപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് 3 പീസ് ലിപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മൾ ആ ഒരു ബോഡി കളർ മാച്ച് ചെയ്തിട്ടാണ്. പിന്നെ ഡീക്രോമിംഗ് ചെയ്തിട്ടുണ്ട്, ലോഗോ ഡീക്രോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഈ ഒരു പോർഷനൊക്കെ ഒരു സിൽവർ വന്നിട്ടുണ്ടായിരുന്നു, ക്രോമ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നമ്മൾ മാറ്റി ഡീക്രോമിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എക്സാക്ട് ബ്ലാക്ക് ആണോ കളർ വരുന്നത്? അല്ലല്ലോ, ഇതിൽ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് എന്ന് പറയും. ഓക്കെ, ഇതിൽ വേറെ ബ്ലാക്ക്, പ്യൂർ ബ്ലാക്ക് വരുന്നില്ല, ഒറ്റ ബ്ലാക്ക്. ലൈറ്റ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് LED വരുന്നത് ഇതിൽ. അതെ. അപ്പൊ ഈ ബേസ് വേരിയന്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഈ വണ്ടിയിൽ ആ ഒരു ബേസ് ഹാലജൻ ബൾബ് രസമില്ല. ഞാൻ ആദ്യം ഫസ്റ്റ് ഇതിന്റെ ബേസ് മോഡൽ എടുക്കാൻ പ്ലാൻ ചെയ്തായിരുന്നു. ഈ ഒരു ഒറ്റ LED കാരണമാണ് ഞാനിത് പിന്നെ ടോപ്പിലേക്ക് മാറ്റി. ആ വണ്ടിയുടെ എന്റെ ലുക്ക് അതിൽ പോയി. അതെ. അതാണ് ഞാൻ ഇതിന്റെ പ്രൈസ് സെപ്പറേറ്റ് അന്വേഷിച്ചു. ഏകദേശം 17 സംതിങ് അത്ര വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ബേസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഫേസ് ലിഫ്റ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വീലാണ്. ഇത് സ്റ്റോക്ക് വീൽ എത്ര സൈസ് വരുന്നത്? 15 ഇഞ്ചാണ് വരുന്നത്. 15 ഇഞ്ചാണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ കിടക്കുന്നത് ഇതിൽ 17 ഇഞ്ച് വരുന്നത്. 17 ഇഞ്ചാണ്. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇത്രയും ചെറിയൊരു ജെർക്കിംഗ് ഫീൽ ചെയ്യുന്നുണ്ട് സ്റ്റിയറിംഗിന്. ഓക്കെ, ആ ഒരു കംഫർട്ട് എന്തായാലും കിട്ടില്ല. പക്ഷെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഇത് തന്നെയാണ്. ഇനി ലോവറിംഗ് അല്ലോ ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, ചെയ്തിട്ടില്ല. തന്നെയാണ്. ഡെയിലി ഡ്രൈവ് ആയിരിക്കും.
അതുകൊണ്ടാണ് ലോറിങ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ലോറിങ് പ്ലാൻ ഉണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഇൻഷാല്ലാ ചെയ്യും. അപ്പോൾ വൈകാതെ അതും കൂടി വരുന്നതാണ്. ഓക്കെ, ഇതിപ്പോ ഏതാ ബ്രാൻഡിന്റെ വീല്? ഇത് സീറ്റിന്റെ ബ്രാൻഡാണ്. സീറ്റൻ. ഇനി ഇതിന്റെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 215, 45 or 17 ഇഞ്ചാണ് ഇതിന്റെ ടയർ സൈസ് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് ചെറിയ ലോ പ്രൊഫൈൽ ടയർ, ലോ പ്രൊഫൈൽ തന്നെയാണ്, കാറ്റഗറി ലോ പ്രൊഫൈലാണ് വരുന്നത്. ആ ഒരു ചെറിയ അപ്സൈസിങ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു സ്റ്റിയറിംഗിന്റെ ജർക്കിംഗ് ഉണ്ട്. അത് കോമൺ ആണ്, കാരണം ഇത്രയും വലിയ സൈസ് അല്ല മാറുന്നത്. ഓക്കെ, ഇതിപ്പോ കോമൺ ആയിട്ട് ഇപ്പൊ നമ്മള് സ്വിഫ്റ്റിൽ ഡിസൈറിൽ വീൽ ഇട്ടേണ്ട സമയത്ത് 17 ഇഞ്ച് തന്നെയാണ് എല്ലാവരും കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് ബാറ്റ്മാൻ ടൈപ്പ് മിറർ കവർ ആണ്. ഇതിപ്പോ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാം, ഓഫ്ലൈനിൽ നിന്ന് വാങ്ങിക്കാം, ഇഷ്ടംപോലെ ഓപ്ഷൻ എല്ലാ ഷോപ്പിലും കിട്ടും, അവൈലബിൾ ആണ്. പിന്നെ സ്വിഫ്റ്റ് ഡിസൈറിനൊക്കെ പറയുമ്പോൾ കോമൺ പ്രൊഡക്റ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് സാധനം ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഇപ്പൊ ചില മോഡലിക്ക് ഇപ്പോൾ നമ്മുടെ ടിയാഗോ പോലത്തെ മോഡലിക്കൊക്കെ നമുക്ക് കുറച്ച് സമയം എടുത്തു സാധനം കിട്ടാൻ, സ്റ്റോക്ക് ഇല്ലായിരുന്നു പലയിടത്തും. അപ്പോൾ ഈ വണ്ടിക്കൊന്നും ആ പ്രശ്നം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിൽ, കോമൺ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ഈ ബാറ്റ്മാൻ ടൈപ്പ് മിറർ കവർ റെഡി ടു അവൈലബിൾ ആയിരിക്കും ഏത് ഷോപ്പിലായാലും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി അത്. പിന്നെ നമ്മൾ ടിൻഡ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? എത്ര പെർസെന്റേജ് ആണ്? 60% സൈഡിൽ ആഡ് ചെയ്തത്. 60 ആണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ കൂളിംഗ് വേണം ഈ ഒരു രസം. അതെ, നമ്മളെ ചൂടിന് മാത്രമല്ല ലുക്കിനും കൂടിയാണ് കൂളിംഗ്. അതെ, ബ്ലാക്ക് ആകുമ്പോൾ ഒന്നും കൂടെ നല്ല ചൂട് ഫീൽ ചെയ്യും. സത്യം. അപ്പൊ ഇതുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു റെഡ്യൂസ് ചെയ്തോളും. ഇത് സത്യം പറഞ്ഞാൽ ആ ഒരു വീലിന്റെ ലുക്കാണ്. അതെ, സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ ആ ഫ്രെയിം കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു വീലിന്റെ ലുക്കാണ്. പിന്നെ നമ്മള് കാലിബറും ഡ്രമ്മും ഒക്കെ നമുക്ക് റെഡിലായിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുത്തില്ലേ? അത് വീലിടേണ്ട സമയത്ത് തന്നെ ചെയ്തിട്ടില്ല. ആ ടൈമിൽ തന്നെ അവരെന്നെ ചെയ്തതാണ്. റിയറിലായിട്ട് വരുമ്പോൾ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്പോയിലർ ആണ്. അപ്പോൾ സ്പോയിലർ ഇത് ഏത് ടൈപ്പാണ് വരുന്നത്? ഒരു യൂണിവേഴ്സൽ ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മളെ ഫ്രണ്ട്സിന്റെ ഷോപ്പ് ഉണ്ട് കോട്ടക്കല്, അവിടെ തന്നെ എടുത്തിട്ടുള്ളത്. ഓക്കെ, യൂണിവേഴ്സൽ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാർ ഉണ്ടെങ്കിലും ഇത് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഇവിടെ ഹോൾഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല, നമ്മൾ ഡ്രിൽ ചെയ്തിട്ട് വേണം. അപ്പോൾ ഗമ്മിൽ നിൽക്കുന്നില്ല? ഇല്ല, ഒരിക്കലും നിൽക്കില്ല. ഈ ഒരു ഫ്ലോ, എയറോഡൈനാമിക്കിന്റെ ഫ്ലോ നഷ്ടപ്പെടും. അപ്പോൾ നല്ല പവറിൽ വരുന്നല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഹോള് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോ എടുക്കുമ്പോൾ വിചാരിച്ചു ഇത് ഗമ്മായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ട് ഞാൻ പോന്നിട്ടാണ് നീ അടിച്ചോ എന്ന് പറഞ്ഞ രീതിയിലാണ് ഞാൻ പോകുന്നത്. എനിക്ക് കാണാൻ വയ്യ ഹോൾ അടിക്കുന്നത്. അത് നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കണം, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഡ്രിൽ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. സത്യമാണ്, കാരണം ഈ ഡൗൺ ഫോഴ്സ് വരുമ്പോൾ നല്ല പവറിലായിരിക്കും വരിക. എന്തായാലും ജർക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്പോയിലർ അങ്ങോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കറന്റ് നമ്മള് ഡ്രിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അതൊരു സങ്കടമുള്ള കാര്യമാണ്, പുതിയ വണ്ടി ഡ്രിൽ ചെയ്യാന്നുള്ളത്. പക്ഷെ എന്തായാലും ലുക്കാണ്, എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്, ലുക്കാണ്. അതാണ്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് ഡീക്രോം ചെയ്തിട്ടുള്ളൂ. ക്രോം ഇവിടെ ഡീക്രോം ചെയ്തു, ലോഗോ ഡീക്രോം ചെയ്തു, അതേപോലെ തന്നെ ഡിസൈറിന്റെ ബ്രാൻഡിങ് ഡീക്രോം ചെയ്തു. അതേപോലെ ഇതൊന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത് കൊടുത്തു അല്ലേ? അപ്പോൾ ആ വണ്ടി കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗങ്ങളും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ എവിടുന്ന വാങ്ങിച്ചിട്ടുള്ളത് സ്പോയിലറും കാര്യങ്ങളൊക്കെ? ഇതിന്റെ ഫ്രണ്ടിന് ഷോപ്പ് ഉണ്ട്, നമ്മളെ ഒതുക്കുങ്ങൽ കോട്ടക്കൽ റൂട്ടിലാണ്. ഓക്കെ, പേര് റെഡ് ക്യാപ്പ്, സിറാജ്. ഓക്കെ, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ ആളടുത്തുനിന്ന് വർക്ക് എടുത്തിട്ടുള്ളത് അല്ലേ? ഓക്കെ, വീൽ എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? വീല് രാജധാനി കോട്ടക്കലിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം മുന്നേ തന്നെ ഈ മോഡലുകളൊക്കെ ചെയ്തത്? ശരിക്കും ഞാൻ ഈ ലുക്ക് കണ്ടിട്ട് തന്നെയാണ് ഈ വണ്ടി എടുത്തത്. ഇതേപോലെ ചെയ്യാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കാസർഗോഡിലുള്ള, അപ്പോൾ അവൻ ഈ വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രൊഫൈല് ഫുള്ള് നോക്കിയിട്ടാണ് ഞാൻ ഈ വണ്ടി ചൂസ് ചെയ്തതും. ഇതേ സാധനം തന്നെ, ഇതേ വീലും ഫുള്ള് കൺവേർട്ട് ചെയ്ത് ആ ഒരു വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ലുക്കിൽ തന്നെ വണ്ടി നല്ല ഇഷ്ടപ്പെട്ടു. ആ വണ്ടി ആയിരിക്കും കുറച്ച് മുന്നേ കളിച്ചായിരുന്നു, നല്ല വൈറലായിരുന്നു. ഓക്കെ, അതേ സെയിം മോഡൽ തന്നെ ഈ വണ്ടിയിലും ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞത് ഒരു ട്രെൻഡിങ് മോഡായി വരുന്നുണ്ട്. ഇതിപ്പോ ഒരുപാട് എന്തായാലും ഇനി ഇറങ്ങും. എനിക്ക് ഒരുപാട് പേഴ്സണലായിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര കാര്യം നമുക്ക് ഒരു എക്സ്റ്റീരിയർ ആയിട്ടുള്ള വർക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അറിയാനുള്ളതിൻ്റെ ഓവറോൾ അല്ല, എല്ലാം ഓരോന്നിൻ്റെയും പ്രൈസിംഗ് ആണ് നമുക്ക് അറിയാനുള്ളത്. നമുക്ക് ചോദിച്ചറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കാനുള്ളത് ഇതിൻ്റെ സ്കേർട്ടിൻ്റെ 3 പീസ് സ്കേർട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് അറൗണ്ട് ഒരു 2400 റേറ്റിൽ 2400 റേഞ്ച് വരിക. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പ്രൈസിങ് പറയണ മുന്നേ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അവിടുത്തെ പല ഷോപ്പിൽ ഇത് അന്വേഷിക്കുക. അതെനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്. നിങ്ങൾ പല ഷോപ്പിലായിട്ട് അന്വേഷിക്കുക, എവിടെയാണ് റേറ്റ് കുറവുള്ളത് അത് ചെയ്യാൻ നോക്കുക. പിന്നെ ക്വാളിറ്റി നോക്കണം കേട്ടോ, അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്. നിങ്ങൾ പ്രൈസിങ് കുറവ് ഞങ്ങൾക്ക് അവിടെ കിട്ടുന്നില്ലല്ലോ എന്ന് പലരും പറയും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ അത് പറയുന്നത്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് 2400 ഫ്രണ്ട് സ്കേർട്ടിന് വന്നിട്ടുള്ളത്. അത് 3 പീസ് സ്കേർട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ചെയ്തിട്ടുള്ളത് ഡീക്രോമിങ് കാരണമാണ്. ഡീക്രോമിങ് ഏകദേശം ടോട്ടലായിട്ട്
അധികം ഇല്ലായിരുന്നു, 1500 സംതിങ് വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് പോർഷൻസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ 1500 റേഞ്ചിങ് ആണ് നമുക്ക് ഒരു ഡീക്രോമിങ്ങിന് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് വീലാണ്. അപ്രോക്സിമേറ്റ് എത്ര കോസ്റ്റ് വരുന്നത് വീല് മാത്രം? വീല് ഒരു 49K. 49K വീല് മാത്രം. അപ്രോക്സിമേറ്റ് ഇനിയിപ്പോൾ ടയർ നോക്കുകയാണെങ്കിൽ ടയർ ഒരു 38, 4 ടയർ. ഓക്കെ, അപ്പോൾ ടയർ വീലും കൂടി ഏകദേശം 87 സംതിങ് അങ്ങനെ എന്തോ ചെയ്ത് എടുത്ത പോലെ. ഓക്കെ, 87 സംതിങ് ആണ് നമുക്ക് വീലിൻ്റെ കാര്യം പറയാനുള്ളത്. പിന്നെ ബാറ്റ്മാൻ ടൈപ്പ് മിറർ കവറിന് 1400 അങ്ങനെ എന്തോ സംതിങ് ആണ്. ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ കോമൺ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അതിൽ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങുക. പിന്നെ ടിൻറ്റ് ചെയ്യാൻ അപ്രോക്സിമേറ്റ് എത്ര കോസ്റ്റ് ഉണ്ടാവും? ഇതിൽ മൊത്തം ചെയ്തിട്ടില്ല, ഞാൻ ഫ്രണ്ടും ചെയ്തിട്ടുണ്ട്, ചെറിയൊരു പെർസെൻറ്റേജ് ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വന്നത് 5000 അറൗണ്ട് 5000 വരുന്നിട്ടുള്ളത്. പിന്നെ മെയിൻ പറയാനുള്ളത് സ്പോയിലറാണ്. അപ്രോക്സിമേറ്റ് എത്ര കോസ്റ്റ്? ഇത് ഫിറ്റിംഗ് അടക്കി ഒരു 5K റേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, ഇത് ഫിറ്റിംഗ് അടക്കമാണ് നമുക്ക് 5K റേഞ്ച് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൈസിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു അപ്രോക്സിമേറ്റ് പ്രൈസിങ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇൻറ്റീരിയർ വരുന്നത്, ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൽ ഇൻറ്റീരിയർ വരുന്നത്. അതേപോലെ തന്നെ സൺറൂഫ് വരുന്നുണ്ട്. ഈ സൺറൂഫ് വരുന്നുണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൽ എന്തെല്ലാം സിസ്റ്റംസാണ് വരുന്നത്? ടോപ്പ് എൻഡിൽ 9 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. 9 ഇഞ്ചായിരുന്നു. ഓക്കെ, പിന്നെ അതേപോലെ സൺറൂഫ് വരുന്നുണ്ട്. 360 വരുന്നുണ്ട്. അതേപോലെ തന്നെ ക്ലസ്റ്ററിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ ബേസിനെ വെച്ച് നോക്കുമ്പോൾ? അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് സ്വിഫ്റ്റ് ഡിസയറിൻ്റെ മോഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി ഏത് വണ്ടി വേണം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ആ വണ്ടി നമ്മൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ എന്തായാലും താങ്ക് യു. ഓക്കെ, അപ്പോൾ മറ്റൊരു സ്ഥലം കിടിലൻ വീഡിയോ കാണാം. അതിലേക്കും ബൈ ബൈ.